പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വേള കൂടെ ദൈവവചനമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ദൈവം ചെയ്യണം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നെഹമ്യാ പറയുക, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. മാനുഷികമായി ഇതുവരെ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു നിൽക്കുന്നിടത്ത്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന ഇടത്ത്, മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻസ് പോലും ഒരിക്കലും പരിഗണിക്കാൻ അല്ലെങ്കിൽ ആരും അതിന്മേൽ ഒരു പരിഗണന നൽകാതിരിക്കുമ്പോഴും നെഹമ്യാവ് പറഞ്ഞ ആ വാചകം ഇന്ന് ദൈവാത്മാവ് നമ്മളോടുള്ള ആഴമേറിയൊരു സന്ദേശവും അതിനകത്തൂടെ ദൈവം ഒരുക്കുന്ന ഒരു സക്സസ്സുമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം. ആ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എന്നാൽ എന്താണ് അതിനർത്ഥം? മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തിടത്ത്, മാനുഷികമായ ഇടപാടുകൾക്ക് പൂർത്തീകരണം വരുത്താൻ കഴിയാത്തിടത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നെഹമ്യാവിനെ സംബന്ധിച്ച് രാജാവ് അവിടുന്ന് കൊടുക്കേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും, കൊടുക്കേണ്ടുന്ന മറ്റുള്ള എല്ലാ അനുകൂലമായ തനിക്ക് ഇനി പടയാളികളാണ് പടയാളികൾ, മറ്റേതു വിധത്തിലും തൻ്റെ കൂടെ നിന്ന് തൻ്റെ ഉദ്ദേശങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ പരിഹസിക്കുന്ന ചിലരുണ്ട്. സൻബല്ലത്ത്, തോബിയാവ് തുടങ്ങിയവർ, അവരുടെ വാക്കുകൾ പലപ്പോഴും ഇവരെ ഇടിച്ചു താഴ്ത്തുന്നതാണ്. ഒരു ദൈവികമായ പ്രവൃത്തിക്കായി ദൈവവൈതലെ ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ പരിഹാസികൾ എഴുന്നേക്കും. നിന്ദാവാക്കുകൾ നീ കേൾക്കേണ്ടി വരും. പലരുടെയും മുറുമുറുപ്പുകളും അവരുടേതായ ചില നിന്ദിക്കുന്ന പരിഹസിക്കുന്ന വാക്കുകളും നമ്മുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ സക്സസ് ആയി തീരാതെ വണ്ണം അതിനെയൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടിറങ്ങി ഓടിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുവാൻ ഇവരൊക്കെ ശ്രമിക്കുമ്പോഴും ഒന്ന് നീ മനസ്സിൽ ഹൃദയത്തിൽ ഉറപ്പിച്ചു, നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സക്സസ് ആയി പുറത്തു വരുമെന്ന്. അത് അധികം മാസങ്ങളിന് മുമ്പോട്ട് വേണ്ട, ദിവസങ്ങൾ എണ്ണി 52 ദിവസങ്ങൾക്കുള്ളിൽ അവർ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് അതേ ദൈവസന്നിധി വെച്ചത്, അതായത് ഏതാണ്ട് 70ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ്രായുടെ നേതൃത്വത്തിൽ അതേ സ്തോത്രം ആ ജനമൊക്കെ മടങ്ങി വന്ന് അവിടെ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് ബാബേലിൽ നിന്ന്. എന്നാൽ അവിടുത്തെ ദേവാലയത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു. എന്നാൽ ഇതാ 140ഓളം വർഷമായി, 140 വർഷത്തോളമായി ഈ യെരുശലേമിൽ എങ്ങും അതിൻ്റെ മതിലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് പണിതു വരാൻ കഴിയാതെ എല്ലാം ചിതറപ്പെട്ട് താറുമാറായി കിടക്കുന്ന അനുഭവത്തിൽ ദൈവം ഒരു മനുഷ്യനെ, അത് ഉന്നത ഉദ്യോഗമുള്ളൊരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു ദൈവിക ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അദ്ദേഹം വന്നു. സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തി അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസാണ്, അതേ സ്വത്രം എത്ര എതിർപ്പുണ്ടായാലും, ആരെല്ലാം എന്തെല്ലാം പരിഹസിച്ചാലും, ഏതെല്ലാം വിധത്തിൽ ഇതിനെ ചിത്രീകരിച്ചാലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പ്രൊമോഷൻ്റെ കാര്യമാകാം, ഒരു റിസൾട്ടിൻ്റെ കാര്യമാകാം, ഇനി അതുമല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ചില റെക്കമെൻഡേഷൻസ് അതൊക്കെ ഒന്നും ആകാതിരിക്കുമ്പോൾ ഒരു മാട്രിമോണിയൽ കൊടുത്ത് വലഞ്ഞിരിക്കുക, അതിൽ പോലും ഒരു നല്ല വാക്ക് എങ്ങൊന്നും കേൾക്കാനില്ല, ഒരു റിസൾട്ട് കാണാനില്ല. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുന്നത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കും. മനുഷ്യരുടെ ഇടപാടുകളൊന്നും വേണ്ട, ദൈവം തന്നെ നിനക്ക് വേണ്ടി ഇടപെടും. പറഞ്ഞു വന്നത്, നെഹമ്യാവിനെ സഹായിപ്പാൻ ഈ രാജാവിൻ്റെ ഒരുപക്ഷെ പടയാളികൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം തൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ നെഹമ്യാവ് അവരിലൊന്നുമല്ല ആശ്രയിച്ചത്. നെഹമ്യാവ് പറഞ്ഞത്, രാജാവല്ല രക്ഷിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. ഇവിടെയും ഒരുപക്ഷെ സ്വാധീനിക്കാൻ കഴിവുള്ള പലരും കാണും. പക്ഷെ നീ അവരിലൊന്നും ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് ഉറപ്പോടെ പറയട്ടെ, യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വാസത്തോടെ ഈ വാചകങ്ങളൊന്ന് ഏറ്റുപറയാൻ കഴിയുമോ? ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ എനിക്ക് വേണ്ടി എൻ്റെ യേശു കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അവിടെ പറയുന്നു, ആകയാൽ
അതെ ഞങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന്. സ്തോത്രം. അപ്പൊ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുമ്പോൾ തന്നെ മാനുഷികമായി നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വിശ്വസ്തരും എണ്ണി ദൈവമാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ കാര്യങ്ങൾ മുമ്പോട്ട് ക്രമീകരണങ്ങൾ നമ്മൾ ചുവട് വെക്കുമ്പോൾ പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, സ്തോത്രം, അവിടെ അങ്ങനെ കാണുന്നത്. അവിടെ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു. ചില കാര്യങ്ങളിൽ നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ദൈവം എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെക്കേണ്ട സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കുമെന്നുള്ളത് അത് ആ വചനം നമ്മോട് ഹൃദ്യമായി ഇടപെടുകയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 140 വർഷങ്ങൾ കൊണ്ട് സാധിക്കാത്തത് വെറും 52 ദിവസങ്ങൾ കൊണ്ട് അവിടെ സക്സസ് ആയി പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. ദീർഘമായ വർഷങ്ങൾ കൊണ്ട് നോക്കിയിട്ട് നടക്കാത്ത ചില വിഷയങ്ങൾ, ദീർഘമാസങ്ങളായി ഹൃദയം നൊന്ത് തേങ്ങുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത് സാധിപ്പിച്ചു കൊടുത്ത് അവിടുത്തെ നാമോദിലൂടെ മഹത്വപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ഇടപാടുകളിലോ ആരുടെയും കർത്താവെ സ്വാധീനത്താലോ നടക്കത്തില്ലെന്ന് ഉറപ്പുള്ള വിഷയത്തിന്മേലും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരത്തക്കവണ്ണം ഒരത്ഭുതത്തെ കർത്താവ് ചെയ്താട്ടെ. അങ്ങയുടെ നാമത്തിലൂടെ മഹത്വപ്പെടുവാൻ, ഈ നിന്റെ ജനത്തിന്റെ നിന്ന നീങ്ങിപ്പോകുവാൻ, അവരുടെ ഹൃദയത്തിൽ മതിക്കുന്ന ചിന്തകൾ, വേദനകൾ, അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ചില പരിഹാസവും നിന്നയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉരുണ്ടുമാറട്ടെ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ വചനം നിന്റെ മക്കളുടെയും ജീവിതത്തിൽ ചില റിസൾട്ടുകൾ കൊണ്ടുവരട്ടെ, ചില പ്രൊമോഷൻസ് കൊണ്ടുവരട്ടെ, ചില മേഖലകളിൽ അവരെ ഉറപ്പിക്കട്ടെ. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം ഹൃദയത്തോട് ഇടപെട്ട് ഉചിതമായ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ വചനങ്ങളെ ഏറ്റെടുത്ത ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അവിടുന്ന് പ്രാർത്ഥന കൈക്കൊണ്ടേ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.